നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ വികസന കുതിപ്പിന് തടയിടാനും ജനവിധി അട്ടിമറിക്കാനും പ്രതിപക്ഷം നടത്തിയ രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ കാണാനായത്. ജനങ്ങൾ അധികാരത്തിലേറ്റിയ BJP ഭരണസമിതിയെ തരം താഴ്ന്ന രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ പുറത്താക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നീക്കം തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞുപോയത് ഇതിൻ്റെ വ്യക്തമായ തെളിവാണ്. രാഷ്ട്രീയമായ അന്തസ്സോ കൃത്യമായ എണ്ണബലമോ ഇല്ലാതെ കേവലം വില കുറഞ്ഞ പബ്ലിസിറ്റിക്കും ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നതിനും വേണ്ടി മാത്രം കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഈ നീക്കത്തിന് കൗൺസിലിൽ നിന്ന് തന്നെ ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന LDFൻ്റെ പ്രഖ്യാപനവും കോൺഗ്രസ് ഒപ്പം നിൽക്കുമെന്ന് അഹങ്കരിച്ച സ്വതന്ത്ര അംഗങ്ങൾ ഭരണപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും BJP ഭരണസമിതിയുടെ ജനപ്രിയതയ്ക്ക് വികസന നയങ്ങൾക്കും ലഭിച്ച വലിയൊരു അംഗീകാരമായി മാറിയിരിക്കുകയാണ്. നഗരസഭയിലെ കക്ഷിനിലകളെക്കുറിച്ചോ നിയമപരമായ ചട്ടങ്ങളെക്കുറിച്ചോ യാതൊരു ബോധ്യവുമില്ലാതെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ അവിശ്വാസ പ്രമേയ നീക്കവുമായി മുന്നോട്ട് പോയത്. ആകെ 101 അംഗങ്ങളുള്ള കൗൺസിലിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോലും 1/3 അംഗങ്ങളുടെ, അതായത് 34 പേരുടെ ഒപ്പുകൾ ആവശ്യമാണ്. എന്നാൽ കൗൺസിലിൽ വെറും 20 അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിന് തനിച്ചോ അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ വിമതരെ കൂട്ടിയോ ഈ പ്രാഥമിക സംഖ്യ തികയ്ക്കാൻ പോലും ഉള്ള കെൽപ്പില്ല. സ്വന്തം പാളയത്തിലെ പടലപ്പിണക്കങ്ങളും അവിശ്വാസതയും മറച്ചുവെക്കാൻ BJPക്കെതിരെ തിരിഞ്ഞ കോൺഗ്രസിന് അവിശ്വാസത്തെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന CPM ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം വലിയൊരു പ്രഹരമായി മാറി. UDFനെ രാഷ്ട്രീയമായി സഹായിക്കുന്നത് തങ്ങൾക്ക് ആത്മഹത്യാപരമാണെന്ന തിരിച്ചറിവിലാണ് LDF ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയത്. ഇതോടെ ആവശ്യത്തിന് അംഗങ്ങളുടെ ഒപ്പില്ലാതെ നോട്ടീസ് പോലും നൽകാൻ കഴിയാത്ത വിധം കോൺഗ്രസിൻ്റെ അവിശ്വാസ നാടകം കൗൺസിലിന് പുറത്ത് തന്നെ തള്ളിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും അട്ടിമറിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ അവിശ്വാസ നീക്കത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ സുതാര്യമായ നടത്തിപ്പ്, ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യക്ഷമമായ വിന്യാസം, വികസന പദ്ധതികളിലെ ഓഡിറ്റിംഗ് ഉറപ്പാക്കൽ തുടങ്ങിയ ഭരണസമിതിയുടെ കർശന നിലപാടുകൾ പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തി. കൗൺസിലിലെ ഒരു BJP അംഗം താൽക്കാലികമായി ജയിലിലായ സാഹചര്യം മുതലെടുത്ത് ഭരണം പിടിച്ചെടുക്കാൻ നോക്കിയ കോൺഗ്രസിന് തങ്ങൾ NDA ഭരണസമിതിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാട് വലിയ തിരിച്ചടിയായി. 51 അംഗങ്ങളുടെ ശക്തമായ പിന്തുണയോടെ ഭരണം നടത്തുന്ന BJPക്ക് യാതൊരുവിധ ഭീഷണിയും ഉയർത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്ന് ഈ സംഭവങ്ങളിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അധികാരത്തിന് വേണ്ടി അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് മുതിരുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഈ നീക്കത്തിലൂടെ ഒന്നുകൂടി വെളിവായത്. പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടും LDFന് മേൽ സമ്മർദ്ദം ചെലുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നോക്കിയ പ്രതിപക്ഷ നേതാക്കളുടെ തന്ത്രങ്ങൾ ജനങ്ങൾ എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവിശ്വാസ പ്രമേയത്തെ ധീരമായി സ്വാഗതം ചെയ്ത BJP നേതൃത്വം തങ്ങൾ ഈ 5 വർഷം മാത്രമല്ല 2047 വരെയുള്ള നവഭാരത വികസന ലക്ഷ്യങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ നയിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആയുധങ്ങളും മൂർച്ചയില്ലാത്തതായി മാറി. വരും ദിവസങ്ങളിൽ നടക്കുന്ന കൗൺസിൽ യോഗങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ വികസന വിരുദ്ധ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നത് ഉറപ്പായ കാര്യമാണ്. ചുരുക്കത്തിൽ ജനവിധി മാനിക്കാതെ പിൻവാതിലിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ നോക്കിയ കോൺഗ്രസിൻ്റെ അവിശ്വാസ പ്രമേയ നാടകം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണസമിതിയുടെ രാഷ്ട്രീയ കരുത്തും ജനപിന്തുണയും കൂടുതൽ ഉറപ്പിക്കുന്ന ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. UDFൻ്റെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ മേയർ VV രാജേഷ് പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം നീക്കങ്ങൾ തികച്ചും സ്വാഭാവികമാണ് എന്നും ജനാധിപത്യ സംവിധാനത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ അവർക്ക് നിയമപരമായ അവകാശമുണ്ടെന്നുമുള്ള മേയറുടെ പ്രതികരണം ഉയർന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ജനറൽ കൗൺസിൽ യോഗം ചേരാനിരിക്കെ പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളികളെ പൂർണ്ണമായി സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന BJP ഭരണസമിതിയുടെ ജനപിന്തുണയിലും തങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിലുമുള്ള ഉറച്ച ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മാസം ഒരു അവിശ്വാസ പ്രമേയം എന്ന രീതിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നാൽ പോലും അതിനെ നേരിടാൻ BJP സജ്ജമാണെന്ന വാക്കുകൾ കേവലം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, മറിച്ച് തലസ്ഥാനത്തെ ജനങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന ബോധ്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. വികസന മുരടിപ്പിൽ നിന്നും അഴിമതിയിൽ നിന്നും നഗരസഭയെ മോചിപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം പ്രതിപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നു. ഇതിൻ്റെ തെളിവാണ് ഈ അവിശ്വാസ നീക്കങ്ങൾ. മുൻകാലങ്ങളിൽ നഗരസഭ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം
സുതാര്യമില്ലായ്മയും ഫണ്ടുകളുടെ വിനിയോഗത്തിലെ അപാകതകളുമായിരുന്നു. എന്നാൽ BJP ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ നഗരവികസനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ഉൾപ്പെടെയുള്ള ജനക്ഷേമ പരിപാടികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിലവിലെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. റോഡ് വികസനം, മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് മേയറുടെ നേതൃത്വത്തിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നടപ്പിലാക്കിയത്. ഈ വികസന നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ കൗൺസിൽ യോഗത്തിൽ സാധിക്കുമെന്നതിനാലാണ് ഭരണപക്ഷം അവിശ്വാസ പ്രമേയത്തെ വളരെ പോസിറ്റീവായി കാണുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയത്തിലും സഭയ്ക്കുള്ളിൽ കൃത്യമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് മേയർ വ്യക്തമാക്കിയത്. ഇത് ജനാധിപത്യത്തോടുള്ള ആദരവ് പ്രകടമാക്കുന്നതുമാണ്. രാഷ്ട്രീയപരമായ കുപ്രചരണങ്ങളിലൂടെയും അവിശ്വാസ നാടകങ്ങളിലൂടെയും നഗരസഭയുടെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കൃത്യമായ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നഗരത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. മാസത്തിൽ 1 വീതം അവിശ്വാസ പ്രമേയങ്ങൾ വന്നാലും ജനക്ഷേമ സദ്ഭരണത്തിൽ നിന്നും BJP പിന്നോട്ട് നയിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഈ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നു. ജനവിധി മാനിച്ചുകൊണ്ട് അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന മേയർ VV രാജേഷിനും BJP ഭരണസമിതിക്കും ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള ഏത് ചർച്ചകളെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഭരണപക്ഷം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ യഥാർത്ഥ കരുത്ത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.